അന്ന് രാത്രി എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരാവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതായിരുന്നു, ഇന്നു മുതൽ ഞാനും പ്രവാചകൻ മുഹമ്മദിന്റെ കൂടെയാണെന്ന്, ഞാനും മുസ്ലിം ആണെന്ന്. പക്ഷേ പിന്നീട് ആ ഒരു കുറ്റബോധം അന്ന് രാത്രിയായപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പറഞ്ഞു വരുന്നത്, മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, അസദുല്ലാഹി, അള്ളാഹുവിൻ്റെ സിംഹമെന്നറിയപ്പെടുന്ന ആ മഹാമനുഷ്യൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചെറിയ ഒരു ഭാഗത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു പതിവായിട്ട് വേട്ടക്ക് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും വേട്ട കഴിഞ്ഞു വന്നിട്ട് മക്കയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയ കഅബാലയത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം അന്ന് വേട്ടയിൽ നടന്ന സംഭവങ്ങളും കഥകളൊക്കെ വളരെ കൗതുകകരമായിട്ട് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ഏറെ ആവേശത്തോടെ കേട്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. പതിവ് പോലെ ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ വേട്ടയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ മക്കയിലേക്ക് കടന്നു വരുന്ന വഴിയിൽ വെച്ച് ഒരു പെണ്ണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നുണ്ട്. ആ പെണ്ണ് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ല, നിങ്ങളിങ്ങനെ വേട്ടക്ക് പോയ വീരശൂര കഥകളൊക്കെ കൂട്ടുകാരുമായി പറയാൻ പോകുന്ന തിരക്കിലാണല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ആ അബൂജഹൽ കാണിച്ചതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല, അബൂജഹൽ എന്താണ് മുഹമ്മദിനെ കാണിച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ പെണ്ണ് പറയുന്നുണ്ട്, അത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വെച്ചിട്ട് അബൂജഹൽ മുഹമ്മദിനെ ക്രൂരമായിട്ട് ചീത്ത പറയുന്നുണ്ട്, ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്. ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് കേട്ടിട്ട് മുഹമ്മദ് തിരിച്ചെന്തെങ്കിലും അബൂജഹലിനോട് പറഞ്ഞോ, പ്രതികരിച്ചോ എന്ന്? ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, മുഹമ്മദ് ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കുകയായിരുന്നു എന്ന്. ഇത് കേട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന് ഏറെ വേദനയാകുന്നുണ്ട്. ഇതിനു മുമ്പ് അബൂലഹബൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ വേദനിപ്പിക്കാറുണ്ടെങ്കിലും ഇതൊന്നും ഹംസ റളിയല്ലാഹു അൻഹുവിന് പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം അബൂലഹബ് വരുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കുടുംബമായ ഖുറൈശി ഗോത്രത്തിലായിരുന്നു. അങ്ങനെ ഖുറൈശികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായിട്ട് ഒരു കുടുംബ പ്രശ്നമായിട്ടേ ഒതുങ്ങിയിരുന്നുള്ളൂ. പക്ഷേ അബൂജഹൽ അങ്ങനെ ആയിരുന്നില്ല. അബൂജഹൽ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോത്രങ്ങൾക്കിടയിലുള്ള ഒരുമ എന്നത് മുമ്പ് അറബികൾക്കിടയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മറ്റു ഗോത്രത്തിലുള്ള ഒരാൾ തൻ്റെ ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിനെ വേദനിപ്പിച്ചത് അത് ഹംസ റളിയല്ലാഹു അൻഹുവിന് താങ്ങാവുന്നതിലും വലിയ അഭിമാന പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തൻ്റെ വേട്ടയാടി വരുന്ന സമയത്തുള്ള കുന്തവും കൊണ്ട് അദ്ദേഹം നേരെ ചെല്ലുന്നത് കഅബാലയത്തിൻ്റെ അരികിലേക്കായിരുന്നു. അവിടെ അബൂജഹലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അന്ന് വേട്ടയിൽ നടന്ന സംഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് നേരെ കടന്നു ചെന്നിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഏറെ ദേഷ്യത്തോടെ പ്രതികരിക്കുന്നുണ്ട്. അവിടെയും നിർത്തിയില്ല, എൻ്റെ കയ്യിലുള്ള കുന്തം എടുത്തിട്ട് അബൂജഹലിൻ്റെ തലക്കൊരടിയും കൊടുത്തിട്ടാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചു പോരുന്നത്. തിരിച്ചു പോരുമ്പോൾ ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്, നീ എൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിനെ വേദനിപ്പിച്ചല്ലേ, ഇനി മുതൽ ഞാനും ആ മുഹമ്മദിൻ്റെ മതത്തിൽ ചേർന്നിരിക്കുകയാണ്, ഇന്നു മുതൽ ഞാനും മുസ്ലിമാണെന്ന്. അവിടെയുള്ള എല്ലാവരും അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയാണ് പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. ആർക്കും ഹംസ റളിയല്ലാഹു അൻഹുവിനെ തടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം മക്കയിലെ പ്രമുഖനായ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ അബൂജഹലിനെ അടിച്ചത് കണ്ടിട്ട് തിരിച്ചടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ അബൂജഹൽ ഏറെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, അവിടെ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കാൻ നിന്നാൽ അത് വലിയൊരു കുടുംബ പ്രശ്നമായിട്ട്, ഒരു യുദ്ധമായിട്ട് പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹംസ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഖുറൈശികൾ മുഴുവനും തനിക്കെതിരാകുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ അബൂജഹൽ അവിടെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ഇത് എന്നിൽ വന്ന തെറ്റാണെന്നും ഒരിക്കലും ഇതിന് ഹംസയോട് തിരിച്ചടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കൂടെയുള്ളവരെ അബൂജഹൽ പറഞ്ഞു ഒതുക്കി നിർത്തുന്നുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ കുന്തവും മുറുകെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നത്, ഞാൻ ആ ഒരു ആവേശത്തിൻ്റെ പുറത്താണ് ഞാൻ മുഹമ്മദിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു പോയത്. മുഹമ്മദിൻ്റെ മതം എന്താണെന്നോ അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ എന്താണെന്നോ
ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ ഗോത്രത്തെ പറഞ്ഞപ്പോൾ, എൻ്റെ രക്തത്തെ പറഞ്ഞപ്പോൾ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയത്. അവിടെയാണെങ്കിൽ അത്രയും മക്കക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അറിയുകയും ചെയ്തു ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇനി പഴയതിലേക്ക് തിരിച്ചു പോകുന്നതും ഒരു പ്രയാസമാണ് എന്നൊക്കെയുള്ള ഒരുപാട് ആവലാതികൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി എത്ര കിടന്നിട്ടും മഹാനവറുകൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പ്രശ്നം അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത തിരുനബിയും സഹാബത്തും അറിയുന്നുണ്ട്. അവരേറെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചത്. കാരണം ഇത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ മുഴുവനും അടിമകളും അബലരുമായ പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ശക്തരായ ആരും തന്നെ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഹംസ റളിയല്ലാഹു അൻഹു മക്കയിലെ ശക്തനായ മനുഷ്യനാണ് എന്നതിലുപരി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് മുലകുടി ബന്ധമുള്ള ഒരാൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറെ ആവേശത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന വാർത്തയെ സ്വീകരിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് ഇസ്ലാമിന് ഒരുപാട് ശക്തി പകർന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ മക്കയിലെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോയ ഘട്ടത്തിൽ അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയൊക്കെ സമ്പത്ത് മക്കക്കാർ മോഷ്ടിച്ചെടുക്കുന്ന സമയത്ത് അവർക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് 300ഓളം വരുന്ന മക്കക്കാരെ തടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് 30 ആളുകൾ അടങ്ങിയ ഒരു സംഘത്തെ, ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്നുണ്ട്. അതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആദ്യഘട്ടത്തെ ഒരു സൈന്യം എന്ന് പറയുന്നത്. പിന്നെ ഏതായിരുന്നാലും അതൊരു സംഘട്ടനത്തിൽ കലഹിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു പലരും ഇടപെട്ടുകൊണ്ട് അതിനെ ഒത്തുതീർപ്പാക്കിയിട്ട് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീടാണ് ബദ്ർ യുദ്ധമൊക്കെ നടക്കുന്നത്. ബദ്ർ യുദ്ധത്തിൻ്റെ വേളയിൽ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അതിശക്തമായ തേരോട്ടവും അവിടുത്തെ പ്രതിരോധത്തിൻ്റെ കഥകളൊക്കെ ഏറെ പ്രസിദ്ധമാണ്. അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൗല് കെട്ടിപ്പടുത്തുണ്ടാക്കിയിരുന്നു. ഈ ഹൗല് പൊളിച്ചു കളയെന്ന് പറഞ്ഞിട്ട് ശത്രുപക്ഷത്തിൽ നിന്ന് 1-2 ആളുകൾ കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ അരയിലുള്ള വാൾ ഊരിയെടുത്തിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നൊരു പ്രഖ്യാപനമുണ്ട്. മാന്യമായിട്ട് വെള്ളം കുടിക്കാനാണ് വരുന്നതെങ്കിൽ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകാം. അതല്ല ഹൗല് പൊളിക്കാനാണ് തീരുമാനമെങ്കിൽ അതിന് വരുന്നവരെ ഞാൻ വകവരുത്തുമെന്ന് പറഞ്ഞത് വെറും വാക്കായിരുന്നില്ല. പൊളിക്കാൻ വന്നവരെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ വാളിനിരയാക്കിയിട്ട് അവിടെ വീഴ്ത്തുന്നുണ്ട്. ബദർ യുദ്ധം തുടങ്ങി ആദ്യഘട്ടത്തിൽ ദന്തയുദ്ധം നടക്കുന്നുണ്ട്. 2 ആളുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ബദർ യുദ്ധത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത്. ആ സമയത്തും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളായിട്ട് നിയമിക്കുന്നത്. അവിടെയും ഹംസ റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ബദർ യുദ്ധം അവസാനിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയായിരുന്നു ബദർ യുദ്ധത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞത്. മക്കയിലുള്ള പ്രമുഖരായ നേതാക്കൾ മുഴുവനും കൊല്ലപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബദർ എന്ന് പറയുന്നത്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വലിയ വിജയമായിരുന്നു. കുറച്ച് സ്വഹാബികൾ, വെറും 14 ആളുകൾ മാത്രം ഷഹീദാവുകയും ബാക്കിയുള്ള 313 ആളുകൾ, 1000ഓളം ആളുകളെ അതിജയിച്ച വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് ബദറിൻ്റെ പിന്നിൽ. ബദർ യുദ്ധം കഴിഞ്ഞ മക്ക എന്നത് ഏറെ ദുഃഖമുഖരിതമായിരുന്നു. അവിടെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, അവളുടെ പിതാവും സഹോദരനും ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഹിന്ദ് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. തൻ്റെ പിതാവിനെ കൊല്ലാൻ കാരണക്കാരനായ ഹംസയെ എന്ത് വില കൊടുത്തും ഞാൻ വധിച്ചു കളയുന്നു. അതിനു വേണ്ടിയിട്ട് തൻ്റെ അടിമയായിരുന്ന വഹ്ഷി എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഒരു അടിമയെ ആ ഹിന്ദ് എന്ന് പറയുന്നവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാഗ്ദാനമാണ് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത്. ആ സമയത്ത് അടിമയായ വഹ്ഷി ഏറെ പ്രതീക്ഷകളോടെ തൻ്റെ യജമാനത്തിയുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. സമയത്ത് ഹിന്ദ് പറയുന്നുണ്ട്, നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ എനിക്ക് തിരിച്ചൊന്നും തരേണ്ടതില്ല. പക്ഷേ എൻ്റെ പിതാവിനെയും സഹോദരനെയും കൊന്നുകളഞ്ഞ ഹംസയെ നീ എനിക്കൊന്ന് കൊന്നു തരണമെന്ന്. ഉഹുദിൻ്റെ രണാങ്കണം നിനക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ രണാങ്കണം കൂടെയാണെന്ന്. ഇത് കേട്ട വഹ്ഷി അദ്ദേഹം തൻ്റെ അമ്പയത്തിൽ ചാട്ടുളി എറിയുന്നതിൽ ഏറെ പരിജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഉഹുദിൻ്റെ രണാങ്കണം എത്തിയ സമയത്ത് വഹ്ഷിക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വാതന്ത്ര്യം ലഭിക്കണം.
അതിന് ഹംസയെ എറിഞ്ഞു വീഴ്ത്തണം. അങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും പാറയുടെ മറവിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ ചലനങ്ങളും വഹ്ഷി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 30ഓളം ആളുകളെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ട് തൻ്റെ ഇരു കരങ്ങളിലും വാളുയർത്തിയിട്ട് ഇങ്ങനെ അലറി നിൽക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലൂടെ പോയിട്ട് ചാട്ടുളി എറിയാനുള്ള ധൈര്യം ഒരിക്കലും വഹ്ഷിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിലൂടെ ചെന്ന് ഒളിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ കയ്യിലുള്ള കുന്തം എടുത്തുകൊണ്ട് ചാട്ടുളി എടുത്തുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. ഈ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിലൂടെ തറച്ച് വയറിലൂടെ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ തൻ്റെ വഹ്ഷി ആ രംഗത്തെ വിശദീകരിക്കുന്നുണ്ട്. വയറ്റിൽ തറച്ച ചാട്ടുളിയിൽ പിടിച്ചിട്ട് ഹംസ എൻ്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തന്നെയും വെട്ടിവീഴ്ത്താൻ വേണ്ടിയിട്ട് 2 അടി മുന്നോട്ട് വെച്ച ഹംസയെ ഇന്നും ഞാൻ ഈ സമയത്തും പേടിയോടെ മാത്രമേ ഓർക്കുകയുള്ളൂ എന്ന്. അത്രയും ധീരനായ മനുഷ്യനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചാട്ടുളി കൊണ്ട് തളർന്ന് ഉഹദിൻ്റെ രണാങ്കളത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വീണു പോകുന്നുണ്ട്. ഒരിക്കലും ഇനി ചലിക്കില്ല എന്ന് ഉറപ്പായിട്ടും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ വഹ്ഷിക്ക് ഭയമായിരുന്നു. തൻ്റെ യജമാനത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, ഞാൻ ഹംസയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഈ സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സഹാബത്തിനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു. ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് ഇറങ്ങി വരരുതെന്നും ഇവിടേക്ക് ശത്രുക്കൾ വന്നാൽ അമ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ തുരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് യുദ്ധതന്ത്രം കൃത്യമായി അറിയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പർവ്വതത്തിന് മുകളിൽ കുറച്ച് ആളുകളെ നിർത്തിയിരുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ അവസാനം സംഭവിച്ചത് ഉഹദ് യുദ്ധത്തിൽ ഏകദേശം മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ, ശത്രുക്കൾ തിരിഞ്ഞോടിയെന്ന് കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുന്നിൻ്റെ മുകളിൽ നിർത്തിയിട്ടുള്ള സ്വഹാബത്ത് അവർ തിരിഞ്ഞു വരികയും അവിടെയുള്ള സമ്പത്തുകൾ പുറുക്കിക്കൂട്ടുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഈ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയിരുന്ന പർവ്വതത്തിൽ നിന്ന് ആളൊഴിഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശത്രുക്കൾ അതിലൂടെ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുകയും ഉഹദിൽ ചെറിയ തിരിച്ചടിയൊക്കെ മുസ്ലിങ്ങൾക്ക് ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം മുതലെടുത്തുകൊണ്ട് ഹിന്ദ് തൻ്റെ അടിമയെയും കൂട്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു വീണ് കിടക്കുന്ന ഉഹദിൻ്റെ രണാങ്കളത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും വെട്ടിമുറിച്ചെടുക്കുന്നുണ്ട്. അവസാനം വയറിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അവിടെയുള്ള കരളെടുത്ത് ഹിന്ദ് കടിച്ച് തുപ്പുന്നുണ്ട്. അങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടിയിട്ടാണ് ഹിന്ദ് മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ വാർത്തയറിഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ വേദനിക്കുകയും ദുഃഖത്തോടെ കരയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആലയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ക്ഷമയെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയുണ്ടായി. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയിച്ച സമയത്ത്, മക്കം ഫത്ഹിൻ്റെ സമയത്ത് ഈ ഹിന്ദ് എന്നവരും വഹ്ഷി എന്നവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരലോടുകൂടെ പുറത്തു തരുമാറാവട്ടെ. എന്നിരുന്നാലും ഇനി മുതൽ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മറച്ചിട്ട് വേണേ എൻ്റെ മുന്നിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരാൻ അതൊരു കാരണമാകും. ഹംസയുമായിട്ടുള്ള എൻ്റെ ഓർമ്മ എനിക്ക് അത്രമേൽ ഇനി വേദനിപ്പിക്കും. നിങ്ങൾ അത്രയും വികൃതമായിട്ടാണ് എൻ്റെ ഹംസയെ കൊന്നുകളഞ്ഞിട്ടുള്ളത്, അവിടുന്ന് ഷഹീദായി പോയിട്ടുള്ളത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ രണ്ടാളോടും ഉപദേശിക്കുന്നുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന മുസൈലിബത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായ മുസൈലിബത്തുൽ കദ്ദാബിനെതിരെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ വേളയിൽ വഹ്ഷി എന്നവർ അന്ന് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വീഴ്ത്തിയ ചാട്ടുളി കൊണ്ട് ഇവിടെ മുസൈലിബത്ത് എന്നവരെ മറഞ്ഞു നിന്നുകൊണ്ട് ചാട്ടുളി പ്രയോഗത്തിലൂടെ എറിഞ്ഞു കൊല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശത്രുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇസ്ലാമിൽ കണ്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാനന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മുസൈലിബത്തുൽ കദ്ദാബിനെയും അല്ലാഹു തആലക്ക് വേണ്ടിയിട്ട് ഞാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, ഹംസ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷവും
ഹംസ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഖലീഫയാകാൻ മാത്രം വലിയ യോഗ്യതയുള്ള ഒരു മനുഷ്യനായിരുന്നു മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതവും അല്ലാഹു തആല ധന്യമാക്കി തരട്ടെ. ആമീൻ.